ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ കൊട്ടിയൂർ വിശേഷം പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ. ദക്ഷിണ കാശിയായ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആരംഭിച്ചതു മുതൽ അവിടെ ദർശനം നടത്താൻ ഞങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ ഇന്നലെ ആ ആഗ്രഹം സാധിച്ചു. രാവിലെ 6 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടെങ്കിലും വേളം ഗണപതി ക്ഷേത്രം, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, പുരളിമല, മണത്തണ ചപ്പാരം ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയ ശേഷം 1 മണിയോടെയാണ് ഞങ്ങൾ കൊട്ടിയൂരെത്തിയത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും ചടങ്ങുകളും ചപ്പാരം ദേവീക്ഷേത്രവുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ചപ്പാരം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം എന്നതാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു വലിയ ആൽമരം നിൽപ്പുണ്ട്. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലായി ഒരു സംസ്കൃത ശ്ലോകം എഴുതി വച്ചിട്ടുണ്ട്. ആ ശ്ലോകം ഇങ്ങനെയാണ്: മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപണേ അഗ്രദാ ശിവരൂപായ വൃക്ഷരാജായതേ നമഃ. ഈ സംസ്കൃത ശ്ലോകം എല്ലാവരെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. അങ്ങനെ വഴിയോര കാഴ്ചകളും കണ്ട് ബാവലിപ്പുഴയിൽ ഇറങ്ങി കൈകാൽ കഴുകി മണിത്തറയിലേക്കുള്ള നീണ്ട ക്യൂവിൽ ഞങ്ങൾ ഇടം പിടിച്ചു. 2 മണിക്കൂറോളം ക്യൂവിലായത് കാരണം ക്ഷേത്രത്തിലെ പല വിശിഷ്ട ചടങ്ങുകളും ഞങ്ങൾക്ക് നഷ്ടമായി. എങ്കിലും മണിത്തറയിലെ മഹാദേവ ദർശനം ഒരു പുണ്യം തന്നെ. അങ്ങനെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം, അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇക്കരെ കൊട്ടിയൂർ ഞങ്ങൾ കയറി. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രി 8 മണിയായി.